നടിയെ കൊച്ചിയിലെ മാളിൽ അപമാനിച്ച സംഭവത്തിൽ പ്രതികൾ കളമശ്ശേരി എത്തി കീഴടങ്ങിയേക്കും. പ്രതികളെ പിടികൂടാനായി പെരിന്തൽമണ്ണയിലെത്തിയ കളമശ്ശേരി പോലീസ് മടങ്ങി. പ്രതികളുടെ കുടുംബവും അഭിഭാഷകനും കളമശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. അനുമോദനം എന്തൊക്കെയാണ്? ഈ പ്രതികൾ പെരിന്തൽമണ്ണ സ്വദേശികളാണെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് കളമശ്ശേരി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പെരിന്തൽമണ്ണയിലേക്ക് തിരിച്ചത്. പക്ഷേ ഇവരുടെ ഐഡന്റിറ്റി പുറത്തറിഞ്ഞ സമയത്ത് തന്നെ ഇവർ സ്ഥലത്ത് നിന്ന് മാറിയിരുന്നു. ഇവർ മറ്റൊരിടത്ത് ഒളിവിലായിരുന്നു. അത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അവർ അത്തരത്തിൽ തീരുമാനമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവർ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് കളമശ്ശേരിയിൽ തന്നെ കീഴടങ്ങിയേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അവരുടെ അഭിഭാഷകനും ഇക്കാര്യം വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് അഭിഭാഷകനും ഈ പ്രതികളുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ കളമശ്ശേരിയിൽ നിന്ന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ മടങ്ങിപ്പോയിട്ടുണ്ട്. ഈ ഒരു കേസിൽ ഒരുപക്ഷെ കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം കിട്ടാൻ സാധ്യതയുള്ളൂ എന്നതാണ് ഈ ഒരു കേസിന്റെ അവസ്ഥ. അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാൻ അല്പസമയം വേണമെന്ന് അഭിഭാഷക നിർദ്ദേശത്തെ തുടർന്നാണ് ഇവർ സ്ഥലത്ത് നിന്ന് മാറി ഒളിവിലേക്ക് പോയതെന്നും സൂചനയുണ്ട്. എന്തുതന്നെയാണെങ്കിലും അവരുടെ ഒരു അവസ്ഥ അവരുടെ ഭാഗം വിശദമാക്കിക്കൊണ്ട് ഇന്ന് ഒരു പ്രസ്താവന അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. മനഃപൂർവ്വം നടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ആരോപണം വന്ന സാഹചര്യത്തിൽ മാപ്പ് പറയാൻ തയ്യാറാണ്. അറിയാതെ ദേഹത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് പറയണം എന്ന രീതിയിലാണ് അവരുടെ ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഈ മലപ്പുറത്തു നിന്നും അവർ കളമശ്ശേരിയിലേക്ക് തന്നെ കീഴടങ്ങാൻ പോയേക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതികളുടെ അഭിഭാഷകനായിട്ടും അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടും അന്വേഷണ സംഘവുമായിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി, ഇരുവരും ഉടൻ കീഴടങ്ങുമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബിന്നി പറഞ്ഞു. രാവിലെ അവരെന്നെ വിളിച്ച് വീണ്ടും അതിനകത്തൊരു പുനർവിചിന്തനം നടത്തുകയും പോലീസിൽ നിരപരാധിത്വം പറഞ്ഞ് കീഴടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നതിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താണെങ്കിലും അവരെ വീട്ടുകാരുമായി സംസാരിച്ച് കീഴടങ്ങാനുള്ള പോലീസിൻ്റെ മുന്നിലോ കോടതിയുടെ മുന്നിലോ കീഴടങ്ങാനുള്ള തീരുമാനം ഇന്നുണ്ടാകും. എവിടെയായിരിക്കും കീഴടങ്ങാനുള്ളത്? അതിനെ സംബന്ധിച്ച് അവർ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അവർ വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അധികവും എനിക്ക് കളമശ്ശേരിയിലാകാനാണ് സാധ്യത. കാരണം അവർ എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണേ. അവരെന്നോട് പറഞ്ഞത് അവരൊരു ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് പോയതാണെന്നും അത് എന്തിനു വേണ്ടിയാണ് ഇൻ്റർവ്യൂ എന്ന് പോയെന്ന് വെച്ചാൽ MLM എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ജോലി കിട്ടുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ എറണാകുളത്ത് പോയത്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം അവർക്ക് തിരികെ പോരുന്നതിനുണ്ട്. അവർ ട്രെയിനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. രാജാറാണി ട്രെയിനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയം ചെലവഴിക്കുന്നുള്ള ഒരു മാർഗ്ഗം നിലയ്ക്കാണ് അവർ ലുലു മാളിൽ ചെന്നത്. അങ്ങനെ മാളിലൂടെ ഇവർ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി നടക്കുന്ന സമയത്ത് ഈ പരാതിക്കാരിയുടെ കൂട്ടത്തിൽ നിന്ന് പല ആളുകളും ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒരു സിനിമാ നടിയാണ് അല്ലെങ്കിൽ ഒരു സീരിയൽ നടിയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇവർ ചെന്ന് പരിചയപ്പെടുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ചെന്നു എന്നും സിനിമാ നടിയാണോ എന്ന് ചോദിച്ചു എന്നും അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ ഇങ്ങനെ അവർ ദുരുദ്ദേശത്തോടു കൂടിയോ മറ്റ് സാഹചര്യങ്ങളൊന്നും അവരുടെ മനസ്സിലില്ലാതെയാണ് അവർ ചെന്നത് എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കേസിൽ പ്രതിയാകുക എന്നുള്ളതിനെ സംബന്ധിച്ചും അവർ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് അവർ ഈ പരാതിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പോലീസ് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ വിശദീകരണവുമായി പ്രതികൾ. നടിയെ അപമാനിച്ചിട്ടില്ല എന്നും അറിഞ്ഞുകൊണ്ട് ദേഹത്ത് തൊട്ടിട്ടില്ല എന്നുമാണ് വിശദീകരണം. പോലീസിൽ കീഴടങ്ങുമെന്നും നടിയുടെ മാപ്പ് പറയാൻ തയ്യാറാണെന്നും ഇരുവരും പറഞ്ഞു. കൊച്ചി ലുലു മാളിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് യുവതിയെ ഉപദ്രവിച്ച കേസിലെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തതോടെയാണ് വിശദീകരണവുമായി ഇവർ രംഗത്ത് വന്നത്. ജോലി ആവശ്യത്തിനു വേണ്ടിയാണ് എറണാകുളത്ത് പോയത്. നാട്ടിലേക്കുള്ള ട്രെയിൻ രാത്രി 1 മണിക്കായതിനാൽ ലുലു മാളിൽ പോയി. അവിടെ വെച്ചാണ് നടിയെ കണ്ടത്. ആളുകളുടെ കൂടെ ഫോട്ടോ എടുക്കുകയായിരുന്നു അവർ. നടിയുടെ അനുജത്തിയോട് സംസാരിച്ചെങ്കിലും അവരുടെ പ്രതികരണവും സമീപനവും കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാതെ മടങ്ങുകയായിരുന്നുവെന്നും പെരിന്തൽമണ്ണ സ്വദേശികളായ ഇർഷാദും ആദിലും പറഞ്ഞു. നടിയാന്നില്ല നമുക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല. കാരണം അവിടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തപ്പോഴാണ് ഇത് നടിയാന്ന് മനസ്സിലായത്. അപ്പൊ പറഞ്ഞു നടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോക്കാം, ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടില്ല ചോദിച്ചോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി. അവരെ ബാക്കിൽ സ്ത്രീയോടാണ് ചോദിച്ചു നോക്കിയത്. അപ്പോൾ ചോദിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു അഭിനയിച്ചിക്കണു, നടിയാണ് അഭിനയിച്ചിക്കണു, എന്താ കാര്യം ചോദിച്ചു, എന്താ ആവശ്യം അങ്ങനെ എന്തോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളൊന്നും മുണ്ടിയില്ല. നമുക്ക് മനസ്സിലായി മലപ്പുറം ഭാഷയിൽ പറഞ്ഞപ്പോൾ അതൊരു ജാടയായിട്ട് ഞങ്ങൾക്ക് തോന്നി. നടിയുടെ ശരീരത്തിൽ അറിഞ്ഞുകൊണ്ട് സ്പർശിച്ചിട്ടില്ല. അറിയാതെ തട്ടിയോ എന്ന് പറയാൻ കഴിയില്ല.
മോശമായി പെരുമാറിയിട്ടില്ലെന്നും മോശമായി എന്ന് അവർക്ക് തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും ഇരുവരും പറയുന്നു. പിന്നെ അവര് സ്പർശനം എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോ പറയുമ്പോൾ ഞങ്ങൾ നടന്നപ്പോൾ ഇങ്ങനെ തട്ടിക്കണമെങ്കിലുള്ളൂ. അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തായാലും ചെയ്തിട്ടില്ല. അത് 100% ഉറപ്പാണ്. പെട്ടെന്ന് നമ്മളെ മുഖം ഇതില് വാർത്തയിൽ കാണുമ്പോൾ ഒരു ഞെട്ടലാണ് ഇപ്പോഴും. ഞങ്ങള് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും യുവാക്കൾ വിശദീകരിക്കുന്നു. പോലീസിൽ കീഴടങ്ങാൻ ഒരുക്കമാണെന്നും ആദിലും ഇർഷാദും വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം. പാലയിൽ NCP തന്നെ മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ. സിറ്റിംഗ് MLA ഉള്ള സീറ്റ് ചോദിക്കുന്നവർക്ക് നൽകാനുള്ളതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. സീറ്റ് മാറ്റത്തെക്കുറിച്ച് LDFൽ ചർച്ച നടന്നിട്ടില്ല എന്നും മാണി സി കാപ്പൻ NCP വിട്ടുപോകേണ്ട ഘട്ടം വന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാലാ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. പാലാ സീറ്റ് ഉൾപ്പെടെ 4 സീറ്റുകൾ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കുറേ 5-6 വർഷമായിട്ട് 4 തവണയായിട്ട് പാർട്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. ആ സീറ്റുകളെല്ലാം ഇതുവരെ ആരും തർക്കം ഉന്നയിച്ചിട്ടില്ല. LDFിനകത്ത് സംബന്ധിച്ചൊരു തർക്കം ചർച്ച വന്നിട്ടില്ല. പാർട്ടി ഉദ്ദേശിച്ച് തന്നെയാണ് പാർട്ടി മത്സരിക്കുക. NCP വിട്ടുപോകാൻ ഇതിന് വിട്ടുപോകണം. NCP വിട്ടുപോകേണ്ട ഒരു ഘട്ടം വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എടുത്ത് ചോദിക്കുന്നത്. അത് തിരുത്തിക്കൊണ്ട് പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അവകാശം ആർക്കും ഉന്നയിക്കാമല്ലോ. പക്ഷേ LDFിൻ്റെ സിറ്റിംഗ് MLAസിനുള്ള സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർക്ക് ചോദിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ലോ. കോൺഗ്രസിലെ പോര് തുടരുന്നു. സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ദൂതനെത്തുന്നു. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതി അടുത്ത ഞായറാഴ്ച ചേരും. വലിയ വോട്ട് ചോർച്ച ഉണ്ടായ ജില്ലകളിൽ DCC തലത്തിൽ അഴിച്ചുപണിയുണ്ടാവും. UDFന്റെ ഉറച്ച കോട്ടകളിൽ പോലും കാൽ ഇടറിയതോടെ കോൺഗ്രസിൽ ഉൾപാർട്ടി പോര് രൂക്ഷമാവുകയാണ്. നേതാക്കൾ പരസ്പരം പഴിചാരുന്നതും നേതൃമാറ്റത്തിനു വേണ്ടിയുള്ള മുറവിളിയും ശക്തമായതോടെ പരസ്യ പ്രസ്താവനകൾക്ക് കേന്ദ്ര നേതൃത്വം വിലക്കേർപ്പെടുത്തി. ഇതിനു പിന്നാലെയാണ് പരിഹാരത്തിനായി ഹൈക്കമാൻഡ് ദൂതൻ എത്തുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ശനിയാഴ്ച കേരളത്തിലെത്തും. ഞായറാഴ്ച താരിഖ് അൻവറിന്റെ സാന്നിധ്യത്തിൽ ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ നിർണായക ചർച്ചകളുണ്ടാകും. നേതൃമാറ്റം ഹൈക്കമാൻഡ് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ വലിയ തിരിച്ചടിയുണ്ടായ ജില്ലകളിൽ DCC തലം വരെ അഴിച്ചുപണി പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് DCCകളിൽ മാറ്റങ്ങളുണ്ടായേക്കും. ഇരട്ട പദവി വഹിക്കുന്നതിലും തീരുമാനം പ്രതീക്ഷിക്കുന്നു. നഷ്ടപ്പെട്ട വോട്ട് ബാങ്കുകൾ തിരികെ പിടിക്കാൻ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തും വിധമുള്ള മാറ്റങ്ങളുണ്ടാകണമെന്ന് മുന്നണിയിലെ കക്ഷികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യവും ചർച്ചയാകും. തിരുത്താതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ഘടകകക്ഷികൾ മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധം തുടരുന്നു. ആലപ്പുഴയിൽ പാർട്ടി നേതൃത്വം K സുധാകരൻ ഏറ്റെടുക്കുന്ന ആവശ്യപ്പെട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ വന്നു. തൃശൂരിൽ K മുരളീധരന് വേണ്ടിയാണ് ബോർഡുകൾ ഉയർന്നത്. തുടർച്ചയായ 3-ാം ദിവസവും കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധം തുടരുകയാണ്. K സുധാകരനെ KPCC അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ തലസ്ഥാനത്തിന് പിന്നാലെ ആലപ്പുഴയിലും പ്രത്യക്ഷപ്പെട്ടു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് DCC ഓഫീസിന് മുന്നിൽ ഫ്ലക്സ് സ്ഥാപിച്ചത്. തൃശൂരിൽ K മുരളീധരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കുമെന്നാവശ്യപ്പെട്ടാണ് ഫ്ലക്സ് ബോർഡുകൾ. കൊല്ലത്ത് DCC അധ്യക്ഷ ബിന്ദു കൃഷ്ണയ്ക്കെതിരായിരുന്നു ഇന്നലെ പോസ്റ്ററുകളെങ്കിൽ ഇന്ന് KPCC വൈസ് പ്രസിഡന്റ് ശൂരനാട് രാജശേഖരനെതിരെയാണ് പ്രതിഷേധം. കോൺഗ്രസ് പാർട്ടിയെ RSSന് വിറ്റുതുലച്ച ശൂരനാട് രാജശേഖരനെ പുറത്താക്കണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം. ശൂരനാട് രാജശേഖരൻ RSS റിക്രൂട്ടിംഗ് ഏജന്റാണെന്നും സേവ കോൺഗ്രസ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിൽ വിമർശിക്കുന്നു. തുടർച്ചയായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. പോസ്റ്ററുകളുടെ ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസും KSUവും നിഷേധിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചതാണ് UDFന്റെ പരാജയ കാരണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ മുഴുവൻ UDFനാവും ലഭിക്കുക. വിഭാഗീയത സൃഷ്ടിച്ച വോട്ടുകൾ നേടാനാണ് LDF ശ്രമമെന്നും PK കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. ഈ വോട്ടെല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് എല്ലാവരും കൂടി എടുത്തതാണ് ഭരണവിരുദ്ധ വികാരം, ആ വോട്ട്. അല്ലാതെ അവർക്കായിട്ട് കൂടുതൽ വോട്ട് ഒരു വാർഡിലും ഇല്ല. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതെല്ലാം കൂടി ഗവൺമെൻറ്റിനെതിരായി BJP ജയിക്കൂല, എല്ലാവർക്കും അറിയാം. പിന്നെ BJPക്ക് വോട്ട് ചെയ്തിട്ട് വോട്ട് വേസ്റ്റാവും. അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടും ഒരു വെട്ടിയിൽ വരും. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ UDF ജയിക്കുകയും ചെയ്യും. ഇപ്പോൾ അസംബ്ലിയുടെ കണക്ക് നോക്കിയാൽ ഉള്ള എണ്ണം സീറ്റുകൾ എല്ലാ വോട്ടും കൂടി ഒരു പെട്ടിയിൽ വന്നാൽ 100 സീറ്റിൻ്റെ മുകളിൽ UDF ജയിക്കും. ഇന്നലെ മുഖ്യമന്ത്രിൻ്റെ പോസ്റ്റിൽ ആരാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, പറയാതെ പറയുകയാണ്. അപ്പോൾ എന്താ വിഭാഗീയത സൃഷ്ടിക്കുക എന്നുള്ള ഏക ഉദ്ദേശത്തോടു കൂടിയാണിത് പറഞ്ഞത്. അപ്പോൾ അതിലൊരു ദുർവ്യാഖ്യാനം കൊടുത്ത് വിഭാഗീയമാക്കാൻ വേണ്ടി നോക്കിയതാണ്. ഇനി സംവരണം വെച്ച് വിഭാഗീയത ഉണ്ടാക്കാൻ പറ്റുമോ
അതും ആഞ്ഞു പിടിച്ചു നോക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും ജനവിഭാഗങ്ങളോട് പ്രത്യേകമായ ഒരു സ്നേഹമുള്ളത് കൊണ്ടല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതുവരെ കാണാത്ത സ്നേഹം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എങ്ങനെയുണ്ടായി? പാർട്ടി ഏത് ചുമതല നൽകിയാലും ഏറ്റെടുക്കുമെന്ന് കെ മുരളീധരൻ. നേതൃമാറ്റമല്ല, കൂട്ടായ പരിശ്രമമാണ് ആവശ്യം. UDF-നെ നയിക്കുന്നത് ലീഗല്ല, കോൺഗ്രസ് തന്നെയാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമേ പറഞ്ഞു, കൂട്ടായിട്ടുള്ള ചർച്ചകളാണ് വേണ്ടത്. അല്ലാതെ X മാറി Y വന്നുകൊണ്ടൊന്നും കാര്യങ്ങൾ നേരെയാവില്ല. കൂട്ടായിട്ടുള്ള ചർച്ച, കൂട്ടായിട്ടുള്ള നേതൃത്വം, അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ ആരംഭിച്ചു. UDF-നെ നയിക്കുന്ന കോൺഗ്രസ് തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. പാർട്ടി ഏത് കാര്യം ഏൽപ്പിച്ചാലും ചെയ്യും, അതിനെ വലിപ്പ ചെറുപ്പല്ല. മുസ്ലിം ലീഗ് മേധാവിത്വമുള്ള മുന്നണിയായി UDF മാറിയതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ലീഗിന്റെ വളർച്ചയിൽ BJPക്ക് ആശങ്കയുണ്ട്. ലീഗിൽ ചിലർ ഭീകരവാദികളെ സഹായിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആത്മാർത്ഥമാണെങ്കിൽ സപ്തകക്ഷിയിൽ ലീഗിന് പങ്കാളിത്തം നൽകിയതിനെ തള്ളിപ്പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. ലീഗ് നേതൃത്വത്തിന് അല്ലെങ്കിൽ ലീഗിന് മേധാവിത്വമുള്ള മുന്നണിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. CH മുഹമ്മദ് കോയ തൊപ്പിവെച്ച് സ്പീക്കർ സ്ഥാനത്തിരിക്കരുത് എന്ന് നിഷ്കർഷിക്കുകയും ചെയ്ത ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നു കേരളത്തിൽ. അന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വം അതായിരുന്നു. മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവന, ആ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ സപ്തകക്ഷി മുന്നണിയിൽ ലീഗിന് സ്ഥാനം നൽകിയ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നിലപാട് തെറ്റാണ് എന്ന് തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭ ലീഗിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട്, ലീഗിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് മലപ്പുറം ജില്ല അനുവദിച്ച സാഹചര്യം ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. LDF-നൊപ്പമാണ് ജനങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് CPM PBM അംഗം MA ബേബി. തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും പല കോണുകളിൽ നിന്നും ഉണ്ടാകും. അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തനം നടത്തണം. പാർട്ടിയിൽ തെറ്റുതിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകും. പാർലമെന്ററി സംവിധാനങ്ങളെയും ഭരണഘടനയും കേന്ദ്ര സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെക്കുറിച്ച് നടന്ന അപവാദ പ്രചരണങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത്തരമൊരു രാഷ്ട്രീയ പ്രബുദ്ധത കേരളത്തിലെ ജനങ്ങൾ കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു, കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. BJP-യിലെ തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക്. ശോഭാ സുരേന്ദ്രൻ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെതിരെ K സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിനും RSS-നും പരാതി നൽകി. ചില നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നത് പരിശോധിക്കണമെന്നും K സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇരുഭാഗവും ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ച സാഹചര്യത്തിൽ വിമത നേതാക്കളെ ദേശീയ നേതൃത്വം ചർച്ചയ്ക്ക് വിളിപ്പിച്ചേക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രൻ കൃത്യമായ കാരണങ്ങളില്ലാതെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പാർട്ടിയിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധമുയർത്തുന്ന ശോഭാ സുരേന്ദ്രന്റെ രീതി അംഗീകരിക്കാനാവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേദികളിൽ എവിടെയും ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തില്ല. ഇതുവരെ ശോഭാ സുരേന്ദ്രന്റെ വിമത നീക്കങ്ങളോട് പ്രതികരിക്കാതിരുന്ന സംസ്ഥാന നേതൃത്വം ഇതാദ്യമായിട്ടാണ് പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ വിട്ടുനിന്നത് പാർട്ടി പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും K സുരേന്ദ്രൻ വിശദീകരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ചില ആളുകൾ പ്രവർത്തിച്ചില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അത് സംബന്ധിച്ച് ഞാനിപ്പോൾ പരസ്യമായിട്ടൊരു അഭിപ്രായം പറയുന്നില്ല. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിച്ചിട്ടേയില്ല. ചില ആളുകൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിഗത ഫാക്ടർ ഒന്നും ആർക്കും കേരളത്തിലില്ല. പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ രീതി അംഗീകരിക്കാനാവില്ലെന്ന RSS നേതൃത്വത്തെയും BJP സംസ്ഥാന ഘടകം നിലപാട് അറിയിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാവാത്തത് K സുരേന്ദ്രന്റെ ഏകാധിപത്യ പ്രവണത മൂലമാണെന്ന് PK കൃഷ്ണദാസ് വിഭാഗവും ശോഭാ സുരേന്ദ്രനും നേരത്തെ ദേശീയ നേതൃത്വത്തെ പരാതി അറിയിച്ചിരുന്നു. സംഘടനാ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇരുവിഭാഗം നേതാക്കളെയും ദേശീയ നേതൃത്വം ഡൽഹിക്ക് ചർച്ചയ്ക്ക് വിളിപ്പിച്ചേക്കും. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന പരിവാർ സംഘടനകളുടെയും BJP നേതാക്കളുടെയും സംയുക്ത യോഗത്തിൽ നേതാക്കൾക്കിടയിലെ തർക്കം ചർച്ചയായി. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പ്രതീക്ഷിച്ച വിജയം ഉണ്ടാവാത്തതിലുള്ള അതൃപ്തി RSS നേതൃത്വം BJP അറിയിച്ചുവെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-യെ പരാജയപ്പെടുത്താൻ ക്രോസ് വോട്ട് നടന്നുവെന്ന ആരോപണവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. വോട്ട് മറിക്കാൻ ചുക്കാൻ പിടിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. 25 പഞ്ചായത്തുകൾ BJP-ക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും ക്രോസ് വോട്ടിംഗ് ആണ് നടന്നത്. ഏതാണ്ട് 1200 വാർഡുകളിൽ സംസ്ഥാനത്ത് LDF-ഉം UDF-ഉം ചേർന്ന് BJP-യെ പരാജയപ്പെടുത്തുകയായിരുന്നു. രമേശ് ചെന്നിത്തലയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചുക്കാൻ പിടിച്ച ആള്. അണികൾക്ക് മറിച്ച് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് രമേശ് ചെന്നിത്തല നൽകിയത്. അതിന്റെ അനന്തരഫലം
രമേശ് ചെന്നിത്തലയോട് ഞാൻ പറയുന്നു, ചെറുതായിരിക്കില്ല. ജനവിധിയെ അട്ടിമറിച്ച് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം ചില്ലറയായിരിക്കില്ല എന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ തയ്യാറാവുകയാണ്. കോട്ടയം നഗരസഭയിലെ കോൺഗ്രസ് വിമത UDF-നെ പിന്തുണയ്ക്കും. ബിൻസി സെബാസ്റ്റ്യനാണ് DCC ഓഫീസിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചത്. ബിൻസി 5 വർഷം ചെയർപേഴ്സൺ സ്ഥാനം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയെന്നും ബിൻസി പറയുന്നു. ഞങ്ങളൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും വന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ UDF-നെ തന്നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ചെയർപേഴ്സൺ സ്ഥാനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 5 വർഷം. മറ്റൊരു സ്വതന്ത്രൻ LDF-നെ പിന്തുണയ്ക്കും. 52-അംഗ നഗരസഭയിൽ ഭരണം നിശ്ചയിക്കാൻ നറുക്കെടുപ്പ് വേണ്ടിവരും. UDF-നും LDF-നും നിലവിൽ 22 പേരുടെ വീതം പിന്തുണയാണുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 26 സീറ്റുകൾ വേണ്ട നഗരസഭയിൽ 8 സീറ്റ് ജയിച്ച NDAയുടെ നിലപാടും നിർണായകമാവും. ഏറ്റുമാനൂർ നഗരസഭയിലെ സ്വതന്ത്ര സുനിത ബിനീഷ് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. സുനിത 10ാം വാർഡിൽ നിന്നാണ് ജയിച്ചത്. ഇതോടെ UDF-ന്റെ അംഗബലം 14ആയി. LDF 12ഉം NDA 7 സീറ്റുകളാണ് ഉള്ളത്. ഭരണം നിശ്ചയിക്കുന്നതിൽ 2 സ്വതന്ത്രരുടെ നിലപാട് നിർണായകമാണ്. രണ്ടാം ദിവസവും ബംഗാളിനെ ഇളക്കിമറിച്ച് അമിത്ഷായുടെ നേതൃത്വത്തിൽ മഹാറാലി. ബോൽപൂരിലെ റാലിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ബംഗാളിൽ മമതാ ബാനർജിക്കെതിരായ വികാരമാണ് ഉള്ളതെന്നും വികസനത്തിനായി BJPക്ക് വോട്ട് ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. രാവിലെ ശാന്തിനികേതൻ സന്ദർശിച്ച ഷാ രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. വിശ്വഭാരതി സർവകലാശാലയിലും സന്ദർശനം നടത്തി. കാർഷിക നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിനിടെ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച കർഷകർ. സമരം 25ാം ദിവസവും തുടരുന്നതിനിടെ ഡൽഹി രക്താബ്ഗഞ്ച് ഗുരുദ്വാര പ്രധാനമന്ത്രി സന്ദർശിച്ചു. സമരം നീളുന്നതിൽ NDAയിൽ അസ്വാരസ്യങ്ങൾ ശക്തമായി. നവംബർ 26-നാണ് കർഷകർ ദില്ലി ചലോ സമരം ആരംഭിച്ചത്. കൊടും തണുപ്പിലും അപകടങ്ങളിലും ഇതുവരെ 33 കർഷകരാണ് മരിച്ചത്. ഇവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് കർഷക സംഘടനകൾ ശ്രദ്ധാഞ്ജലി സഭകൾ സംഘടിപ്പിച്ചത്. ഡൽഹി അതിർത്തികൾക്ക് പുറമെ ഗ്രാമങ്ങളിലും ശ്രദ്ധാഞ്ജലി സഭകൾ നടക്കുന്നുണ്ട്. ഹരിയാനയിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ബീരേന്ദ്ര സിംഗ് കർഷക സമരത്തിൽ പങ്കുചേർന്നു. കർഷകരോടുള്ള സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് NDA സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി നേതാവും MP-യുമായ ഹനുമാൻ ബേനിവാൾ 3 പാർലമെന്ററി സമിതികളിൽ നിന്ന് രാജിവെച്ചു. നാഗോർ MP-യായ ബേനിവാൾ 26-ന് 2 ലക്ഷം പേരുമായി ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിസാൻ സഭയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ 20-ലേറെ ജില്ലകളിൽ നിന്നുള്ള കർഷകർ പങ്കെടുക്കുന്ന ദില്ലി ചലോ റാലി നാളെ നാസിക്കിൽ നിന്ന് പുറപ്പെടും. സമരം ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ രക്കാബ്ഗഞ്ച് ഗുരുദ്വാരയിൽ പ്രാർത്ഥന നടത്തി. സിഖ് മതത്തിലെ 9ാമത്തെ ഗുരുവായ ഗുരു തേജ് ബഹാദൂറിന്റെ ചരമദിനത്തിലായിരുന്നു മോദിയുടെ അപ്രതീക്ഷിത സന്ദർശനം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പോലെ താനും ഗുരു തേജ് ബഹാദൂറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. കർഷക സമരം തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഗുരുദ്വാര സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 ഡൽഹി. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കേരളത്തിൽ നടക്കുന്ന സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ സംയുക്ത കർഷക സമര സമിതി 22 മുതൽ ജില്ലാ കേന്ദ്രങ്ങളിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും. 23-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരത്തെ അഭിസംബോധന ചെയ്യുമെന്നും KN ബാലഗോപാൽ, സത്യൻ മൊകേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. +2 കോഴ വിവാദത്തിൽ അഴീക്കോട് MLA KM ഷാജിയെ വിജിലൻസ് അടുത്ത ആഴ്ച ചോദ്യം ചെയ്യും. വീട് നിർമ്മിച്ചതിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകിയ നോട്ടീസിന് വിശദീകരണം നൽകാൻ ഷാജിയുടെ ഭാര്യ കൂടുതൽ സമയം തേടി. 2014-ൽ അഴീക്കോട് സ്കൂളിന് +2 അനുവദിച്ചതിൽ 25 ലക്ഷം രൂപ കോഴ കൈപ്പറ്റി എന്ന കേസിലാണ് KM ഷാജി MLAയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. അടുത്താഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഷാജിക്ക് 3 ദിവസത്തിനകം നോട്ടീസ് നൽകും. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P. കുഞ്ഞുമുഹമ്മദ് ഉൾപ്പെടെ 25ഓളം പേരുടെ മൊഴികൾ വിജിലൻസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അഴീക്കോട് സ്കൂളിന്റെ വരവ് ചിലവ് കണക്കുകളും അനുബന്ധ രേഖകളും പരിശോധിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഷാജിയെ ചോദ്യം ചെയ്യുമെന്നായിരുന്നു സൂചനയെങ്കിലും അതുണ്ടായില്ല. അതേസമയം ഭൂമി കയ്യേറിയാണ് വീട് നിർമ്മിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകിയ നോട്ടീസിന് മറുപടി നൽകാൻ KM ഷാജി MLAയുടെ ഭാര്യ ആശ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ചട്ടവിരുദ്ധമായി വീട് നിർമ്മിച്ചതിലും കോർപ്പറേഷൻ വിശദീകരണം തേടിയിരുന്നു. ന്യൂസ് 18 കണ്ണൂർ, കോഴിക്കോട്. കണ്ണൂർ ജില്ലയിൽ UDF BJP വോട്ട് കച്ചവടം നടന്നു എന്ന് വ്യക്തമാവുന്ന ശബ്ദരേഖ പുറത്തുവിട്ട് MV ജയരാജൻ. ലീഗ് പ്രാദേശിക നേതാവ് BJP നേതാവിനോട് സംസാരിക്കുന്ന 17 മിനിറ്റ് നീണ്ട ശബ്ദരേഖയാണ് MV ജയരാജൻ പുറത്തുവിട്ടത്. തലശ്ശേരി നഗരസഭയിൽ വോട്ട് മറച്ചുവെന്ന് MV ജയരാജൻ ആരോപിച്ചു. വോട്ട് വിലയ്ക്ക് വാങ്ങാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് BJP. വോട്ട് വിൽക്കാൻ മടിയുമില്ലാത്ത പാർട്ടികളാണ് ലീഗും കോൺഗ്രസുമെന്നും ജയരാജൻ ആരോപിച്ചു.
കോഴിക്കോട് ഷിഗല്ല രോഗവ്യാപനമുണ്ടായത് വെള്ളത്തിലൂടെയാണെന്ന് പ്രാഥമിക പഠന റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ മേഖലയിൽ എങ്ങനെയാണ് ഈ ബാക്ടീരിയ എത്തി എന്നതിന് ഇതുവരെ വിശദീകരണമില്ല. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല ബാക്ടീരിയ പടർന്നത് വെള്ളത്തിലൂടെയാണെന്ന് കണ്ടെത്തിയത്. വയറിളക്കം, പനി, വയറുവേദന, ക്ഷീണം, മലവിസർജ്യത്തിൽ രക്തം എന്നിവയാണ് രോഗലക്ഷണം. സമാന ലക്ഷണങ്ങളോടെ 25 പേർ നിരീക്ഷണത്തിലാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള 2 കുട്ടികളും ചികിത്സയിലുണ്ട്. സമാന ലക്ഷണങ്ങളോടെ കുട്ടി മരിച്ചത് ഷിഗല്ല ബാധിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. മുണ്ടിക്കൽ താഴം, കോട്ടാമ്പറമ്പ് പ്രദേശങ്ങളിൽ കിണർവെള്ളം സൂപ്പർ ക്ലോറിനേഷൻ നടത്തി വരുന്നുണ്ട്. വീടുകളിൽ ORS പൊടി വിതരണവും തുടരുകയാണ്. തിളപ്പിച്ചാറിയ വെള്ളമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാക്ടീരിയ കൂടുതൽ ആളുകളിലേക്ക് പടരാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഷിഗല്ലയുടെ ഉത്ഭവം വെള്ളത്തിൽ നിന്നായതിനാൽ ക്ലോറിനേഷൻ നടപടികൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കും. അതേസമയം CWRDM നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ ഷിഗല്ല ബാക്ടീരിയയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് 18 കോഴിക്കോട്. എറണാകുളം നോർത്ത് പറവൂരിന് സമീപം തത്തപ്പിള്ളിയിൽ വൻ തീപിടുത്തം. പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയുടെ 4 യൂണിറ്റുകളുടെ സഹായത്തോടെ 3 മണിക്കൂറിലേറെ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. അവധി ദിവസമായതിനാൽ തൊഴിലാളികളും ജീവനക്കാരും ഇല്ലാതിരുന്നു. മാലിന്യ ശേഖരണ കേന്ദ്രത്തിലെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി നടന്ന വെൽഡിംഗ് പണികളാണ് തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com